ഹോണസ്റ്റ്ലി ഐ എം സെയിങ് ദാറ്റ് ബേസിലിന്റെ കരിയർ വേസ്റ്റ് പടമായിരുന്നു ഇത്. ഗൈസ്, അങ്ങനെ ഇന്നലെ വിഷു ദിനത്തിൽ മരണവാസ്തു പറഞ്ഞ സിനിമ കണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ടെക്നിക്കൽ അസിസ്റ്റൻസിനെയൊക്കെ മൊത്തത്തിൽ പറഞ്ഞങ്ങ് തുടങ്ങാം. ഡയറക്റ്റഡ് ബൈ ശിവപ്രസാദ്. എഴുതിയിരിക്കുന്നത് ഈ ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുള്ളിയും സിജു സണ്ണിയും കൂടിയാണ്. സിജു സണ്ണി നമ്മുടെ രോമാഞ്ചം, വാഴ, അങ്ങനെ ഗുരുവായൂർ അമ്പലടയിൽ അങ്ങനെ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, വാഴയിൽ നമ്മുടെ എന്താ പറയുക അസീസിക്കാൻ്റെ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്ന മച്ചാനാണ്. രോമാഞ്ചത്തിലാണെങ്കിലും മറ്റേ എന്താ പുള്ളിയുടെ പേരെന്തായിരുന്നു, മറ്റേ ഹാൻഡ്സ് ഒക്കെ വെച്ചോടെ നടക്കണേ മുകേഷോ അങ്ങനെ എന്തായിരുന്നു പുള്ളീൻ്റെ പേരെന്ന് തോന്നുന്നു, ആ മച്ചാനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം, അത് കുറച്ച് പറയാനുണ്ട്. മ്യൂസിക് ബൈ ആരുടെ JK, എനിക്ക് അറിഞ്ഞൂടാ ജയകൃഷ്ണൻ എന്നല്ലോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീരജ് രവിയാണ് DOP. അത്യാവശ്യം നല്ലൊരു സിനിമാറ്റോഗ്രാഫി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് എന്നിട്ട് പറയാൻ സ്റ്റോറി ബൈ സിജു സണ്ണി, കഥ പുള്ളീൻ്റെ ആണ്, തിരക്കഥയാണ് അവർ രണ്ടുപേരും കൂടി, തിരക്കഥ സംഭാഷണം അതൊക്കെ അവർ രണ്ടുപേരും കൂടി ചെയ്തതാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ടൊവിനോ തോമസ്, ടിങ്സ്റ്റൺ തോമസ് എന്ന് വെച്ചാൽ ടൊവിനോന്റെ ചേട്ടൻ, പിന്നെ റാഫേൽ പോഴോലിപ്പറമ്പിൽ, തൻസീർ സലാം, ഇവർ 4 പേരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. ആൻഡ് അഭിനയിച്ചിരിക്കുന്നവർ ബേസിൽ, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, പിന്നെ നമ്മുടെ മറ്റേ സിനിമയില്ലേ നമ്മുടെ അയാം കാതലൻ, അതിൽ അഭിനയിച്ചിരിക്കുന്ന പുള്ളിക്കാരിയുണ്ട് എൻ്റെ ലീഡ് റോൾ. കൊള്ളാം പുള്ളിക്കാരി, അത്യാവശ്യം ആ സിനിമ ചോക്കുമ്പോൾ നല്ലോണം ചെയ്തിട്ടുണ്ട്. അനിഷ്മ അനിൽകുമാർ പുള്ളിക്കാരിൻ്റെ പേര്, അടിപൊളി ചെയ്തിട്ടുണ്ട്. ജോമോൻ ജോത്തിൻ്റെ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ആ പോർഷനൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പൂജ മോഹൻരാജ് ആ ഒരു പോർഷനിൽ വരുന്നുണ്ട്. രാജേഷ് മാധവൻ, ഞാൻ പറയാടെ, എനിക്ക് ക്യാരക്ടേഴ്സൊക്കെ ഒരു കുഴപ്പമില്ല, എല്ലാവരും ഓക്കെയാണ്, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ബാബു ആന്റണി സിനിമയിൽ ചെറിയൊരു റോൾ എന്ന് പറയാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പടം കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് മൊത്തത്തിൽ പടം കലങ്ങിയില്ല എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പടം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അയ്യയ്യേ ഇതെന്തൊരു പടോടെ, ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എന്താ, ഞാൻ കുറെ കേട്ടത് കൊണ്ടായിരിക്കാം മറ്റേ ചിരീൻ്റെ മാലപ്പടക്കം അത് ഇതെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ പടം വിഷുവിന് മാറ്റി വെച്ചത്, ചിരീൻ്റെ മാലപ്പടക്കം പൊട്ടിക്കാന്ന്. ആദ്യത്തെ 1 മണിക്കൂർ പടം ഒന്നുമില്ല. എനിക്കറിഞ്ഞിട്ടുണ്ടേ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബേസിൽ വരുന്നു ഓരോ ക്യാരക്ടേഴ്സ്, ബേസിൽ മറ്റേ ഇൻട്രോ ഒക്കെ മറ്റേ മെർസൽ സ്റ്റൈൽ ഇൻട്രോ ആണ്. പിന്നെ പുള്ളീൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും പുള്ളി മറ്റേ സ്വാഗ് ഗത്ത് മറ്റേ ഇതില്ലടേ എന്തൊരു സിഗ്മ, പുള്ളി അതാണ്. ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ വഴിക്കൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ 1 മണിക്കൂറോളം ഞാൻ ചുമ്മാ ഇരിക്കുകയായിരുന്നു. സംഭവം ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് അവർ പിടിച്ചിരിക്കുന്നത്. രാജേഷ് മാധവന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു സംഭവം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഹ്യൂമർ വർക്കായില്ലെന്ന് ഞാൻ പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റായി പോയി. 3 ഞാൻ ശരിക്കും ചിരിച്ചു. സെക്കൻഡ് ഹാഫിൽ അത് ഞാൻ പറഞ്ഞാൽ അത് സെക്കൻഡ് ഹാഫ് അല്ലടേ, ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു സാധനമുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാനുള്ളൂ, ഒരു ക്യാമിയോ ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സാധനം നല്ലതായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ ഇവിടെ ഈ ഒരു 3 മാത്രമേ എനിക്കൊരു സംഭവം തോന്നിയുള്ളൂ. ബേസിൽ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് ഇൻ ദിസ് ഫിലിം, ബട്ട് സീരിയസ്ലി ഐ എം സെയിങ് ദാറ്റ്, ഹോണസ്റ്റ്ലി ഐ എം സെയിങ് ദാറ്റ് ബേസിലിന്റെ കരിയർ വേസ്റ്റ് പടമായിരുന്നു ഇത് എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അറിഞ്ഞൂടേ എന്താ പറ്റിയെന്ന്. മൊത്തത്തില് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് അങ്ങനെ റാൻഡ് ചെയ്യാനോ മറ്റേ ഷോകോടെ അലമ്പടെ അങ്ങനെ പറയാനൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ പടത്തിനോട് എന്താ പറയാ യോജിക്കാൻ പറ്റിയില്ല. ആ ഒരു സിമ്പിൾ പ്ലോട്ട്, നമ്മൾ എന്തോരം സിമ്പിൾ മറ്റേ ഹ്യൂമർ പ്ലോട്ട്, ഡാർക്ക് സബ്ജക്റ്റ് പ്ലോട്ടൊക്കെ കണ്ടിരിക്കുന്നത്. 3 അസോസിയേറ്റ് ചെറിയൊരു സംഭവമാണ്. ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു വക്കീൽ, ഇത്ര ഒരു സംഭവമുള്ളൂ. അതായത് ഇതൊക്കെ ചുറ്റിയാണ് ഓരോ സംഭവത്തിലേക്ക് പോകുന്നത്. പിന്നെ ഏതാ വേറെ കണ്ടത്, ED ഒക്കെ ആ ഒരു കൈൻഡ് ഓഫ് പടമാണ്. പിന്നെ ജാനേമനൊക്കെ ചിരിന്റെ പൂരമായിരുന്നു. അത് സംഭവം ഡാർക്ക് എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു സിമ്പിൾ പ്ലോട്ടാണ്, ചെറിയൊരു കാര്യത്തിനെ ചൊല്ലിയാണ് അത് ഇതാക്കുന്നത്. പക്ഷെ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഈ പടം ചിലപ്പോൾ പറഞ്ഞു കേട്ടതിൻ്റെ ഒക്കെ ആയിരിക്കാം, ഞാൻ ചിലപ്പോൾ കൂടുതൽ പ്രതീക്ഷേൻ്റെ ആയിരിക്കാം.
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ബേസിലിന്റെ കരിയർ ഫസ്റ്റ് പടമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ കണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈം ഗ്യാപ്പിൽ. അപ്പം ഞാൻ പറയുകയാണ്, വിഷു വിന്നറായിട്ട് ആലപ്പുഴ ജിംഖാന തന്നെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു സൈഡ് നോക്കാം. നിങ്ങൾക്ക് ബസൂക്കയാവാം, മരണമാസമാവാം, ജിംഖാനയാവാം, ഗുഡ് ബൈ ഡഗ്ലി ആവാം, ഏതാണെങ്കിലും ആവാം. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ഉണ്ട്. അല്ലാതെ ഒരുമാതിരി നീ ആ പടം കണ്ട് കൊള്ളാന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാണാമാരത്ത് എനിക്കൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂടെ. ശരി.